കണക്ട് ദി ഓർഗാനിസംസ് വിത്ത് ദെയർ ഹാബിറ്റേറ്റ്സ്. താഴെ ഒരു ബോക്സിൽ കുറച്ച് ജീവികളുടെ പേരുകളും അവയുടെ ഹാബിറ്റേറ്റ്സും തന്നിട്ടുണ്ട്. പക്ഷെ അതെന്താണ്, കറക്റ്റ് ഓർഡറിലല്ല തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതണം. ഓക്കെ, ഏതൊക്കെ ഓർഗാനിസംസാണ് തന്നിരിക്കുന്നത്? വെയിൽ, പെൻഗ്വിൻ, സ്പോട്ടഡ് ഡിയർ, ക്യാമൽ. ഏതൊക്കെ ഹാബിറ്റേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്? ഫോറസ്റ്റ്, ഓഷ്യൻ, ഡെസേർട്ട്, പോളാർ റീജിയൻ. ഇത് നമുക്കിനി കണക്ട് ചെയ്ത് എഴുതാം. വെയിലിൻ്റെ ഹാബിറ്റേറ്റ് ഏതാണ്? ഓഷ്യൻ. തിമിംഗലത്തിൻ്റെ വാസസ്ഥലം കടലിലാണ്. പെൻഗ്വിൻ്റെ ഹാബിറ്റേറ്റ് ഏതാണ്? പോളാർ റീജിയൻ. സ്പോട്ടഡ് ഡിയർ ഫോറസ്റ്റ്. ക്യാമലിൻ്റെ ഹാബിറ്റേറ്റ് ഡെസേർട്ട്. ക്യാമൽ എവിടെയാണ് താമസിക്കുക? മരുഭൂമിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിസിറ്റ് ആൻ എക്കോ സിസ്റ്റം ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദി ഓർഗാനിസംസ് യു ഫൈൻഡ് ഔട്ട് ദെയർ ഇൻ്റർ ഡിപ്പെൻഡൻസ്. അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു എക്കോ സിസ്റ്റത്തെ വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടെയുള്ള ഓർഗാനിസത്തിൻ്റെ പേരും അവ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു നോട്ട് തയ്യാറാക്കണം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഫീൽഡിൽ പോയി എന്തൊക്കെ ഓർഗാനിസത്തെ കാണാം? ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ, സ്നേക്ക്, ക്രാബ്, ഗ്രാസ്, അങ്ങനെ പല ഓർഗാനിസത്തിനെയും നമുക്ക് കാണും അല്ലേ? അങ്ങനെയാണെങ്കിൽ അവയുടെ ഇൻ്റർ ഡിപ്പെൻഡൻസ് എങ്ങനെയായിരിക്കും? ഫസ്റ്റത്തെ നോക്കൂ, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. നമുക്ക് ചുറ്റും നോക്കിയാൽ പെട്ടെന്ന് കാണുന്ന ഓർഗാനിസം അല്ലേ ഗ്രാസ് ഹോപ്പർ, ഹെൻ, ഡോഗ് എന്നിവ. അപ്പോൾ അവയുടെ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് എങ്ങനെയായിരിക്കും? ഗ്രാസ് ഹോപ്പർ, ഹെൻ, ഡോഗ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. റീഡ് ദി ടേബിൾ ബിലോ ആൻഡ് കണക്ട് ദ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് അഡാപ്റ്റേഷൻ. താഴെ തന്നിരിക്കുന്ന ഒരു ടേബിളിൽ കുറച്ച് ഓർഗാനിസത്തിൻ്റെ പിക്ചേഴ്സും അതേപോലെ അവയുടെ അഡാപ്റ്റേഷൻസും തന്നിട്ടുണ്ട്. പക്ഷെ അതെന്താണ്? നമ്മൾ അതിനെ കണക്ട് ചെയ്ത് വരയണം. ഇവിടെ ഏതൊക്കെ ഓർഗാനിസത്തിൻ്റെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്? ഫ്രോഗ്, ഫിഷ്, വാട്ടർ ലില്ലി, ക്യാമൽ, സിറോഫൈറ്റ്. ഇതിൻ്റെ എല്ലാ അഡാപ്റ്റേഷൻ ഫീച്ചർ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? അപ്പോൾ നമുക്ക് വായിച്ച് നോക്കിയാൽ തന്നെ പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താണ്? ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻ ഫീച്ചർ എന്താണ്? ബ്രീത്ത് ത്രൂ ദി സ്കിൻ. ഫ്രോഗ് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? സ്കിന്നിൻ്റെ ഹെൽപ്പോട് കൂടി. നെക്സ്റ്റ് വൺ ഫിഷിൻ്റെ അഡാപ്റ്റേഷൻ ഫീച്ചർ ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ഫിഷ് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? ഗിൽസിൻ്റെ ഹെൽപ്പോട് കൂടി. നെക്സ്റ്റ് വാട്ടർ ലില്ലി. ദ ലീവ്സ് ഹാവ് വാക്സി കോട്ടിംഗ്. വാട്ടർ ലില്ലിയുടെ ലീവ്സിൽ എന്താണ്? ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട് അല്ലേ? ഒരു മെഴുക് പോലെയുള്ള ഒരു ആവരണമുണ്ട്. അതെന്താണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ക്യാമൽ. പോസസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സിങ്ക് ഇൻ സാൻഡ്. ക്യാമലിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫീറ്റ് എന്താണ്? മണലിൽ താഴ്ന്നു പോകാതെ സംരക്ഷിക്കുന്നു. നെക്സ്റ്റ് വൺ സിറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിൽ ഉണ്ടാകുന്ന ചെടികളെയാണ് സിറോഫൈറ്റ് എന്ന് പറയുന്നത്. അവയുടെ അഡാപ്റ്റേഷൻ ഫീച്ചർ എന്താണ്? സ്റ്റോർ വാട്ടർ ഇൻ ദി സ്റ്റെം. എന്താണ്? അവയുടെ സ്റ്റെമ്മിൽ, തണ്ടിൽ വാട്ടർ സേവ് ചെയ്ത് വയ്ക്കുന്നതിനുള്ള കഴിവുണ്ട്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ എന്താണ്? കളക്ട് ദി ഡാറ്റ റിലേറ്റഡ് ടു വേസ്റ്റ് ഡിസ്പോസൽ ഇൻ യുവർ ഹൗസ് ആൻഡ് 5 നൈബറിംഗ് ഹൗസസ് യൂസിംഗ് ദ ഫോളോയിങ് ഫോർമാറ്റ്. പ്രിപ്പയർ എ ഗ്രൂപ്പ് റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ബിഫോർ ദി ക്ലാസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലും അതുപോലെ നിങ്ങളുടെ അടുത്ത വീട്ടുകളിലുമായി വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തണം. അതിനായിട്ട് താഴെ തന്നിരിക്കുന്ന ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഡാറ്റ കളക്ഷൻ ഫോർമാറ്റ് തന്നിരിക്കുന്നത്? ഹൗസ് നെയിം ഓർ നമ്പർ, വീട്ടിൻ്റെ പേര്, ഡേറ്റ് ആൻഡ് ടൈം ടു വിസിറ്റ്. നിങ്ങൾ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ ചെല്ലുന്ന ഡേറ്റ്, നെയിം ഓഫ് ദി ഹൗസ് ഓണറിൻ്റെ നെയിം. ഈ ഫോർമാറ്റിൽ ടൈപ്സ് ഓഫ് വേസ്റ്റും തന്നിട്ടുണ്ട്, മെത്തേഡ് ഓഫ് ഡിസ്പോസലും തന്നിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള വേസ്റ്റുകളും അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്ന് കുറേ ഓപ്ഷൻസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വീട്ടിൽ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡും അതുപോലെ നെയ്ബേഴ്സ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്ന ആ മെത്തേഡും ഇതിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് വേസ്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? ഓർഗാനിക് വേസ്റ്റ്, അതായത് വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, വാട്ടർ വേസ്റ്റ്. ഓക്കെ, ഇത്രയും ടൈപ്സ് ഓഫ് വേസ്റ്റാണ് തന്നിരിക്കുന്നത്. ഇത് ഏതൊക്കെ മെത്തേഡിലാണ് അവർ ഡിസ്പോസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തി ഇവിടെ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ.
കളക്ട് പിക്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ആൻഡ് പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം. എന്താണ് ഇതിൽ പറയുന്നത്? കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്ന ജീവികളുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ 3 പാർട്ടുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്